നമസ്കാരം. ചന്ദ്രദശ, അപഹാരം മുതലായ കാലഘട്ടങ്ങളിൽ ചന്ദ്രദശ 10 വർഷമാണ്. അതിൻ്റെ ഫലഭാഗത്തിലേക്ക് കടക്കുന്നില്ല. ലളിതമായി ചന്ദ്രദശയിലൂടെ കടന്നു പോകുന്നവർ അവർക്ക് ചെയ്യുവാനായിട്ട് സാധാരണക്കാർക്ക് വളരെ ലളിതമായി ധനത്തിൻ്റെ ചെലവില്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ദോഹോ പ്രാപ്യദശാം ഫലാനി ലഭതേ മന്ത്രദ്വിജാത്യുദ്ഭവാനി എന്ന് തുടങ്ങുന്നു അതിൻ്റെ ഫലങ്ങളൊക്കെ. ചന്ദ്രനെ കൊണ്ട് നാം ചിന്തിക്കുന്നു മാതൃസ്വസ്തി മനഃപ്രസാദമുദതി സ്നാനം ശിതം ചാമരം ഛത്രം സുവ്യജനം ഫലാനി മൃദുലം എന്നിങ്ങനെ നാം ചിന്തിച്ചു പോരുകയാണ്. അങ്ങനെ ചന്ദ്രനെ കൊണ്ട് ഈ ഫലങ്ങളിൽ ഈ ദശാ അപഹാര കാലഘട്ടങ്ങളിൽ ഇന്ന ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന്, അതായത് നമ്മുടെ കർമ്മഫലത്തെ ചന്ദ്രൻ കാണിച്ചു തരുന്നു. ചന്ദ്രൻ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ചന്ദ്രൻ നല്ലൊരു സോഫിസ്റ്റിക്കേറ്റഡ് തെർമോമീറ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. കർമ്മമാണ് കർമ്മഫലത്തെ തരുന്നത്, അത് ചന്ദ്രൻ കാണിച്ചു തരുന്നു. അങ്ങനെ ചന്ദ്രദശയിൽ നമുക്കേവർക്കും ചെയ്യുവാൻ സാധിക്കുന്നത് ദുർഗാശീതകരോ ബലി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദുർഗയാണ്, പാർവതിയാണ് ചന്ദ്രൻ്റെ ദേവത. അപ്പോൾ ചന്ദ്രദശയിൽ ദുർഗയെ ഭജിക്കുക എന്നുള്ളത് ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. ലളിതമായി നാം എന്തൊക്കെ ചെയ്യാം? ദുർഗ മാത്രമല്ല, കാളി, ഭുവനേശ്വരി എന്നിങ്ങനെ നീണ്ടു പോവുകയാണ്. സാധാരണയായിട്ട് ഈ ദശയിൽ ചന്ദ്രൻ സോമദൈവത്യാഹ, സോമൻ, കാരണം ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്നിങ്ങനെയുണ്ട്. ഗ്രഹം ചന്ദ്രനാണ്, ഗ്രഹദേവത സോമനാണ്. ദധി ശംഖതുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മുകുടഭൂഷണം എന്ന 2 വരി ശ്ലോകം ഏവർക്കും ജപിക്കാവുന്നതാണ്. പാരായണം ചെയ്യാം. ഒരു 12 പ്രാവശ്യം, ഇല്ലെങ്കിൽ 36, 32, ഇല്ലെങ്കിൽ 108 പ്രാവശ്യം കഴിവിനനുസരിച്ച് ജപിക്കുക. തിങ്കളാഴ്ച പ്രധാനമാണ് ചന്ദ്രനെ ഭജിക്കുവാനായിട്ട്. അതേപോലെ തന്നെ ദുർഗാഭജനം, ദുർഗയെ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാ ശ്ലോകങ്ങൾ, ദുർഗാ സപ്തശതി, ലളിതാ സഹസ്രനാമം, ദുർഗാ അഷ്ടോത്തരം, ദുർഗാ അപരാധ ക്ഷമാപണ സ്തോത്രം എന്നിങ്ങനെ ഒരുപാടുണ്ട്. ദുർഗാ ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കാം. ഈ ശ്ലോകങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് പ്രാധാന്യം ഇപ്പോൾ കൽപ്പിക്കേണ്ടി വരുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ശ്ലോകങ്ങൾ നാം ജപിക്കുമ്പോൾ അത് കുറച്ച് തെറ്റിയാലും നമുക്ക് അധികം വലിയൊരു ദോഷമൊന്നും വരുന്നില്ല. പിന്നീട് നമുക്കത് ശരിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് കാണുന്ന യൂട്യൂബിലെല്ലാം തന്നെ പ്രതിപാദിക്കപ്പെടുന്ന ഈ ചന്ദ്രദശയിൽ ഒരുപാട് മൂലമന്ത്രങ്ങളൊക്കെ ഈ കോപ്പി അടിച്ച് ഓരോ സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് പിന്നീട് മറ്റൊരുത്തൻ കോപ്പി ചെയ്ത് ഇന്ന് സൈറ്റ് നിറഞ്ഞു കിടക്കുകയാണ് മൂലമന്ത്രങ്ങൾ. അതെങ്ങനെ ജപിക്കണമെന്നറിയില്ല സാധാരണക്കാർ അതങ്ങനെ എടുത്തു വെച്ച് ദോഷം പോകുവാനായിട്ട്, കാരണം വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലും ദോഷം മാറണമല്ലോ എന്നുള്ള ചിന്തയാണ് അവരെ മൂലമന്ത്രം ജപിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വളരെ എളുപ്പമായിട്ടുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞത്. ശ്ലോകങ്ങൾ ജപിക്കുക. തെറ്റ് വരാൻ സാധ്യത കുറവാണ്. മൂലമന്ത്രം ചെറുതാണെങ്കിലും ശരിയായ രീതിയിൽ ജപിച്ചു പോയില്ലെങ്കിൽ ദോഷം കൂടുതലാണ് എന്നതാണ് ഇവിടുത്തെ വസ്തുത. അപ്പോൾ നമുക്ക് ദുർഗയിലേക്ക് കടക്കാം. അപ്പോൾ ദുർഗാ ശ്ലോകങ്ങൾ ജപിക്കുക, ദുർഗയ്ക്ക് നെയ്വിളക്ക് തെളിയിക്കുക, ദുർഗയ്ക്ക് സാധിക്കുമെങ്കിൽ കുറച്ച് പശുവിൻ പാല് കൊണ്ട് അഭിഷേകത്തിനായിട്ട് ക്ഷേത്രങ്ങളിൽ നൽകുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചന്ദ്രന് പറഞ്ഞിട്ടുള്ളത് പച്ചരിയാണ്. ആ പച്ചരി ദാനം നൽകുക. മാസത്തിൽ ഒരിക്കലെങ്കിലും കുറച്ച് പച്ചരി വാങ്ങിക്കുക. അവരവരുടെ ജന്മനക്ഷത്രം തോറും കുറച്ച് പച്ചരി വാങ്ങിക്കുക, ദാനം നൽകുക. ദാനം നൽകുമ്പോൾ ദോഷം താനേ കുറയും എന്നുള്ളതാണ് വസ്തുത. ഇതേവരും ചിന്തിക്കുക. കാരണം ദാനം നമ്മളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ദാനം കൊടുക്കുന്നവർ 100,000 പേരുടെ അടുത്ത് പറഞ്ഞ് നടക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല, അവിടെ ചെന്ന് ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ ഇന്നത് വഴിപാടായിട്ട് നൽകിയിട്ടുണ്ട്, ഇത് എൻ്റെ വകയാണ്. കാരണം അവിടെയൊക്കെ എഴുതി വെക്കുകയാണ്. എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ആളുടെ വക ഈ സംഭാവന എന്നുള്ള ലെവലിലേക്ക് നാം ചിന്തിച്ചു പോയി കഴിഞ്ഞു. ഇതിന് തിരിച്ചു വരാൻ സാധിക്കുമോ? പ്രയാസമാണ്. ഏവരും ചിന്തിക്കുക. അതിനാൽ നാമജപത്തിലൂടെ മുന്നോട്ട് പോകാം. പൈസ ചെലവില്ലാത്ത കാര്യമാണ്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കുക. ലളിതാ സഹസ്രനാമം,
ദുർഗാ സഹസ്രനാമം ഏതായാലും ശരി അത് ജപിക്കുവാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. നമസ്കാരം.